Hello friends, welcome back to our channel Mom's Daily. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗോതമ്പ് മാവ് എങ്ങനെ നമ്മുടെ കൈ ഒന്നും നനയാതെ മിക്സിയിൽ 1 മിനിറ്റിനകത്ത് കുഴച്ചെടുക്കാം എന്നുള്ളതാണ്. ഇപ്പം കൈക്ക് വേദനയുള്ള ആൾക്കാർക്ക്, കൈമുട്ടിന് വേദനയുള്ള ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 1 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1.25 കപ്പോളുള്ള ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ 1 കപ്പിൻ്റെ വന്നുള്ളൂ, 1/4 കപ്പോളം അത് പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഓർക്കുക, 1.25 കപ്പിൻ്റെ അളവിനാണ് ഞാൻ പറയുന്നത്. 1.25 കപ്പോളുള്ള ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അതേ കപ്പിൽ, നമ്മൾ ഏത് കപ്പിലാണോ അളന്നെടുത്ത് ആ കപ്പിൽ 1/2 കപ്പോളം ഉള്ള വെള്ളം എടുക്കണം. 1.25 കപ്പിന് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത പൊടിക്ക് ഈ ഒരു അളവ് കറക്റ്റാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു കൂട്ടോ കുറയ്ക്കൊക്കെ വേണ്ടി വരുമായിരിക്കും. പിന്നെ നമുക്കത് കറക്റ്റ് ഒരു അളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണോളമുള്ള ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും കാര്യങ്ങൾ മതി, വേറെ ഒന്നും നമുക്കിനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പൊടി ഇട്ടതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇനി ഞാനിതൊരു 35 മുതൽ 40 സെക്കൻഡ് വരെ ഞാനൊരു സാധാരണ നമ്പർ 1 ഇട്ടിട്ടാണ്, ആദ്യത്തെ സ്പീഡിൽ ഇട്ടിട്ടാണ് ഞാനിതൊന്ന് 40 സെക്കൻഡോളം ഒന്ന് കൂട്ടിക്കോ. 40 സെക്കൻഡ് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഒരു 40 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് ഒരു 80% റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്കതൊന്നും കൂടെ നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതൊരു പൾസ് മോഡിൽ ഒരു 5 തവണ പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ നമ്മൾ കയ്യിൽ നല്ലതുപോലെ കുഴയ്ക്കുമ്പോൾ സോഫ്റ്റായി വരത്തില്ലേ, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് മോഡിൽ ഇതൊരു 5 തവണ ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 തവണ പൾസ് മോഡിലിട്ട് കറക്കിയെടുത്തു. നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചപ്പാത്തിയോ പൂരിയോ ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും. നോക്കിക്കേ, ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പുറത്തേക്ക് എടുത്തത്. നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഓരോ മാവിനനുസരിച്ച് ചിലപ്പം ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ. അന്നേരം നമ്മുടെ ഒരു കയ്യിലിരിക്കുന്ന മാവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം ഏകദേശം മനസ്സിലാവും. അന്നേരം വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് അധികം ഇടുക, അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാവ് ആദ്യമേ തന്നെ ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിടാണ്. എന്നിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി ഞാനതൊന്ന് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നത്, ഒത്തിരി മിക്സിക്കകത്ത് ഇടരുത്. മിക്സിയുടെ ജാറ് വലുതാണെന്നുണ്ടെങ്കിലും 1 കപ്പ് വരെയാണ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അത് 2 ബാച്ചായിട്ട് ഇടേണ്ടി വരും. അല്ലാതെ മിക്സിക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കൊച്ചു ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് കൈമുട്ട് വേദനയുള്ളവർക്ക്, അതുപോലെ തോളിന് വേദനയുള്ളവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു കൊച്ചു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ മിക്സിയിൽ ഉണ്ടാക്കുന്നത് വഴി വളരെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിലൊരു സംശയം വേണ്ട. കാരണം ഈ മിക്സിയുടെ ബ്ലേഡിനകത്ത് ഇങ്ങനെ കറങ്ങി നല്ലതുപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ കണ്ടോ, ഞാൻ ഈ കൈ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് ഊർന്നു പോവാണ്. അത്രയും സോഫ്റ്റാണ്. ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കി വരുമ്പം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനേക്കാളും സോഫ്റ്റാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.